ഹലോ ഗൈസ്, ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ നേരെ ഒരു മാരേജ് ഫംഗ്ഷന് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുനലൂർ, നമ്മുടെ സ്വന്തം പുനലൂർ, അതായത് ഞങ്ങളുടെ സ്വന്തം പുനലൂർ പാലമാണ്. നേരത്തെ ഈ പാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു പൊട്ടിപ്പൊളിഞ്ഞ് ആ ഒരു രീതിയിലായിരുന്നു ഇരുന്നത്. അതായത് എൻ്റെയൊക്കെ ചെറുതിലെ, അതായത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 വർഷം ആവുന്നുണ്ടല്ലോ. അപ്പം 5 വർഷത്തിന് ശേഷമാണ്, 5 വർഷം ഇടയ്ക്ക് ഒരു വട്ടമേ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് പുതുമയായിട്ട് തോന്നുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കേട്ടോ. കാരണം ഈ റോഡൊക്കെ നേരത്തെ അത്യാവശ്യം നല്ല മോശമായിട്ട് കിടന്നതാണ്. റോഡൊക്കെ നല്ലതായി, കുറച്ചുകൂടെ വീതിയായി. നേരത്തെ നമ്മുടെ സ്ഥിരം സ്ഥലമായിരുന്നു പുനലൂർ പത്തനാപുരം റോഡ്. ഇപ്പോൾ ഒത്തിരി മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ ഉത്സവം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് കല്യാണത്തിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഏട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട്, അതായത് ഞങ്ങളുടെ എല്ലാ ഫങ്ഷനും നിറസാന്നിധ്യമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് റിട്ടയർഡ് DYSP അജിത് സാറിൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പം നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒഴിവ് തിരിവും പറയാൻ പറ്റില്ല, കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഉത്സവം കൂടി ആയതുകൊണ്ട് എന്തായാലും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വരാനും കൂടി പറ്റി. പിന്നെ ഇത് നമുക്ക്, അതായത് നാളെയാണ് കല്യാണം, ഇന്ന് തന്നെ നമുക്ക് റൂംസും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങലായിരുന്നു കല്യാണം. ആറ്റിങ്ങൽ സൂര്യ ഹോട്ടലിലാണ് റൂമൊക്കെ സാർ ബുക്ക് ചെയ്തിട്ടിരുന്നത്. ഏട്ടനും ഒരു സെറ്റ് ഗ്യാങ് ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കട്ട് സപ്പോർട്ടാണ്. കാരണം ഞങ്ങളുടെ കല്യാണത്തിനും, അതായത് എൻ്റെ ചേച്ചിമാരുടെ കല്യാണത്തിനും, അതായത് എൻ്റെ നാത്തുമാരുടെ, ഇവരുടെ എല്ലാം കല്യാണത്തിനും ഇവരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരായിരുന്നു ഫുൾ സപ്പോർട്ട് നമുക്ക്. അപ്പം ഞങ്ങളുടെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. ഗുരുവായൂർ നമുക്ക് അധികം ഫങ്ഷനോ കാര്യങ്ങളോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇവരൊരു ഗ്യാങ് തന്നെ ഉണ്ട്. എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ചൂടായതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. റൂമിൽ വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട്. അവരപ്പുറത്തെ ഏട്ടൻ വന്ന ഉടനെ ഏട്ടനപ്പുറത്തെ റൂമിലായിരുന്നു കേട്ടോ. അവരുടെ കൂടെ സെറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലോ, 5 വർഷത്തിന് ശേഷമാണ് കാണുന്നത് കേട്ടോ ഇവരെല്ലാവരും കൂടി. ഞാൻ എന്തായാലും റൂമിൽ വന്നിട്ട് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നോക്കിയിട്ട് ഞാൻ ഇട്ടപ്പോഴത്തേന് പാളിപ്പോയി. പിന്നെ ഏട്ടൻ നല്ല ചായയൊക്കെ ഇട്ട് തന്നു. ഏട്ടൻ അതിൻ്റെ പാകം അറിയാം, എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്തായാലും നല്ല ഉണക്ക് ചായയൊക്കെ ഇട്ട് തന്നു, അത് കുടിച്ച്. പിന്നെ ആദൂട്ടി അക്ഷിതൂട്ടരും. അപ്പോൾ അപ്പച്ചിയെ വിളിക്കുകയാണ് കേട്ടോ. അവരുടെ അപ്പച്ചിമാരെന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ലോകമാണ്. അപ്പോൾ അവരെ വിളിച്ച് എവിടെ വന്നാലും അവർ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ രാത്രിയിൽ നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ട്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ.